ഇന്ന് ഞങ്ങൾക്ക് തൊട്ടടുത്ത വീട്ടിൽ ആണ്ട് മൗലൂദ് ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്കായിരുന്നു പരിപാടി. അപ്പം ഞാനും ഉമ്മയും പൊന്നും ഉമ്മയുമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കിയാൽ ഇവള് വലിയ ജാടയും കാണിച്ച് ഫേസും മറിച്ചിരിക്കും കേട്ടോ. എന്നാലും ഞാൻ വീഡിയോ എടുക്കും. അങ്ങനത്തെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി ഞങ്ങൾ നേരെ അമ്മൂൻ്റെ അങ്ങോട്ടാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ പെട്രോൾ തീർന്നിട്ട് അത് അടിക്കാൻ വേണ്ടിയിട്ട് കോട്ടോപ്പാടത്ത് പമ്പിൽ പോയതാണ് കേട്ടോ. ആ വഴി അവളുടെ വീട്ടിലും കയറിയതാണ്. ഉച്ച സമയത്താണ് നമ്മൾ ചെന്നത്. അതുകൊണ്ട് തന്നെ അവൾ വൻ കുക്കിങ്ങിലായിരുന്നു കേട്ടോ. മീൻ പൊരിച്ചതും മോരുകറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അവളുടെ വീടിൻ്റെ അകം ഫുള്ള് നമ്മൾ ചുറ്റിക്കറങ്ങി വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് വീട്? അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഫുഡ് നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടാണല്ലോ വന്നത്, അതുകൊണ്ട് നമുക്ക് ജ്യൂസ് അടിച്ചു തരാൻ വേണ്ടിയിട്ട് അവൾ നല്ല പഴുത്ത മാങ്ങ ചെത്തുന്നുണ്ടായിരുന്നു. മാങ്ങാൻ്റെ തൊലി ചെത്തൽ നമ്മുടെ വർത്താനവും നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ ഒത്തുകൂടിയ വർത്താനത്തിന് കുറവൊന്നും ഉണ്ടാവത്തില്ല അവിടെ. ഈ ഒരു ചൂട് സമയത്ത് തണുപ്പില്ലാതെ എന്തെങ്കിലും കുടിക്കുന്ന കാര്യം ആലോചിക്കാൻ തന്നെ വയ്യ ഗൈസ്, അത്രക്കും ചൂടാണ് കേട്ടോ. അങ്ങനെ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുടിച്ചത്. അത് നല്ല തണുപ്പോടെ. ആ ഒരു ടൈമിൽ അവൾ പോയി കുളിച്ച് വന്നിട്ട് അവളൊരു സ്ഥലം വരെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ മാറ്റിലൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ വർത്താനത്തിന് നമുക്ക് കുറവൊന്നും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞ കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും വീണ്ടും വീണ്ടും പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ ഷിനാജും പ്രേമിച്ച് നടന്ന ടൈമിലെ ഷിനാജിൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും മിണ്ടുന്നതും ഒക്കെ അമ്മുവായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് കുറച്ച് കൂടുതലാണ്. അങ്ങനെ അതേ ആൾ മേക്കപ്പ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ. ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ബ്ലഷും ഇടും, ബ്ലഷും കൊണ്ട് ലിപ്സ്റ്റിക് ഇടും, അങ്ങനെയൊക്കെയുള്ളൊരു മേക്കപ്പാണ്. അങ്ങനെ അതും നോക്കി ഞങ്ങളവിടെ പിന്നെയും വർത്താനം പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഡ്രസ്സസ് കൂടുതലും പർച്ചേസ് ചെയ്യാറ് ഓൺലൈൻ വഴി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അടിപൊളി ഡ്രസ്സ് ഉണ്ടല്ലോ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ്. 500 താഴെ റേറ്റ് വരുന്നുള്ളൂ. നല്ല അടിപൊളി ഡ്രസ്സാണ്. ഒരു മാക്സി ടൈപ്പാണ് കേട്ടോ. നല്ല കളർ കോമ്പിനേഷനിലൊക്കെയാണ് വരുന്നത്. സെൻറ്ററിൽ ഇതുപോലെ ഒരു ടൈ ഉണ്ട്. നമ്മൾ കെട്ടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് നിൽക്കും. എൻ്റെ സൈസ് ലാർജ് ആണെങ്കിൽ ഞാൻ ഓൺലൈൻ വഴി എടുക്കുമ്പോൾ എക്സലാണ് കേട്ടോ ചൂസ് ചെയ്യാറ്. കാരണം അപ്പോഴേ ആ ഒരു കറക്റ്റ് ഫിറ്റിൽ കിടക്കത്തുള്ളൂ. എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ലെഫ്റ്റ് സൈഡിൽ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. വേണ്ടവർ പോയി പർച്ചേസ് ചെയ്തോളൂ.